ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വൻ സുരക്ഷാ വീഴ്ച. ഗേറ്റ് തള്ളി തുറന്ന പ്രവർത്തകർ മന്ത്രിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. വീടിന് മുന്നിൽ റീത്തും വെച്ചു. പ്രതിഷേധമുണ്ടാകുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അവഗണിക്കുകയായിരുന്നു. സുരക്ഷയ്ക്ക് നിയോഗിച്ച 3 ഉദ്യോഗസ്ഥരെ മാത്രം പ്രവർത്തകരുമായുണ്ടായ ഉന്തിലും തള്ളിലും പരിക്കേറ്റ പോലീസുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ പരിപാടിയിലും കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. പൂർത്തിയാകാത്ത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മന്ത്രിക്ക് പ്രതിരോധം തീർത്ത LDF പ്രവർത്തകരും രംഗത്തെത്തി. ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിർദ്ദേശപ്രകാരം നടന്ന അതിക്രമമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോപണം. സർക്കാർ ആശുപത്രികൾ തകർച്ചയില്ലെന്ന് വരുത്തി തീർത്ത് കുത്തകകളെ സംരക്ഷിക്കാനാണ് ശ്രമം. കോൺഗ്രസിന് ജനം റീത്തുവെക്കുമെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ തകർച്ചയിലാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ സ്വകാര്യ കുത്തകകളെ കേരളത്തിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് VD സതീശനും കൂട്ടരും എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. ആരോഗ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് CPM പ്രതികരിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതിഷേധിക്കുന്നത് കാടത്ത രീതിയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. റീത്ത് വെച്ചത് സ്ത്രീത്വത്തിനു നേർക്കുള്ള അധിക്ഷേപമെന്നാണ് CPM നേതാവ് PK ശ്രീമതിയുടെ പ്രതികരണം. ഇത് കാടത്ത രീതിയിലുള്ള സമരമായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സമരമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒറ്റപ്പെടുത്തി വിരട്ടാനൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിരട്ടിലൊന്നും പുറകോട്ട് പോകുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായ മന്ത്രിമാരും. ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ചർച്ച ചെയ്യാം. മുമ്പും ആരോഗ്യരംഗത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പുതുതായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വിരട്ട് സമരമൊന്നും അത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരളത്തിലെ ഒരു വനിതയായിട്ടുള്ള മന്ത്രിയോട് ഇത്രയേറെ അധിക്ഷേപാർഹമായിട്ടുള്ള അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായ വിധത്തിലുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ നടത്തുന്നത്. ഒരു റീത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അവസാനം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഈ റീത്ത് വെക്കുന്നത്. അപ്പോൾ സ്ത്രീത്വത്തിനെതിരെയുള്ള അധിക്ഷേപമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാർ ഇങ്ങനെയുള്ള സമരമുറയുമായി മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസിനെ അനുവദിക്കരുത്. റോഷിപാലിന്റെ വിവരവുമായി. റോഷിപാൽ, ഇപ്പോൾ മന്ത്രിയുടെ വസതിയിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. വസതിയുടെ അകത്തേക്ക് തള്ളിക്കയറി അവിടെ റീത്ത് വയ്ക്കാൻ പ്രതിഷേധക്കാർക്ക് യൂത്ത് കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു. അത് പോലീസിൽ വന്നിരിക്കുന്ന വീഴ്ചയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ആഹ്വാനത്തിൽ നടന്ന റീത്ത് വയ്ക്കൽ എന്നാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്. CPM ഇപ്പോൾ മന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയാണോ? ഈ വിഷയം കത്തിക്കയറുകയാണ്. പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു. ഡോക്ടർമാരുടെ പ്രതികരണം, അതിനുശേഷം നടന്നിരിക്കുന്ന ഈ ഓപ്പറേഷൻ, ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഓപ്പറേഷൻ വിധേയായിരിക്കുന്ന ഉഷയുടെയും അവരുടെ മകന്റെയും പ്രതികരണമൊക്കെ കേരളത്തിന് മുന്നിലുണ്ട്. റോഷിപാൽ, സ്മൃതി, സംസ്ഥാനത്ത് തുടർച്ചയായി ആരോഗ്യവകുപ്പിനുണ്ടാകുന്ന വീഴ്ചകൾ, അതാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് കാരണം. സാധാരണ യൂത്ത് കോൺഗ്രസ് മുൻകൂട്ടി പോലീസിനെ അറിയിച്ചുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിക്കാറുള്ളത്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പലപ്പോഴായി പ്രതിഷേധ മാർച്ചുകൾ നടത്താറുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാരണം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ചികിത്സാ പിഴവ് അതിന് ഡോക്ടർമാർ ന്യായീകരിക്കുന്നു. തുടർച്ചയായി ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു. ഒരു നവജാത ശിശു മരിക്കുന്നു. അങ്ങനെ കത്രിക ഉൾപ്പെടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വെച്ച് തുന്നിക്കെട്ടുന്ന സാഹചര്യം. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വരുന്ന തുടർച്ചയായ അനാസ്ഥകൾ, വീഴ്ചകൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പൊടുന്നനെയുള്ള പ്രതിഷേധമാണ്. 7 മണിവരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വസതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മന്ത്രിയെ വളഞ്ഞിട്ട് പ്രതിഷേധിക്കാനുള്ള തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എടുത്തത്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് 50ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായി ഇങ്ങ് മന്ത്രിയുടെ വസതിയിലേക്ക് തൈക്കാട് വീട്ടിലേക്ക് എത്തിയത്. തൈക്കാട് ഹൗസിൽ എത്തുമ്പോൾ മന്ത്രി അതിന് തൊട്ടുമുമ്പ് പുറത്തേക്ക് പോയിരുന്നു. ആ സമയത്ത് സെക്യൂരിറ്റിക്ക് 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഗേറ്റ് അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. തള്ളി തുറന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്ത് കയറി വാതിലിന് മുകളിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പിന്നീട് ആ പ്രവർത്തകർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് പോലീസുമായി ഏറെ നേരം തർക്കമുണ്ടായിരുന്നു. ഏതാണ്ട് 4ഓളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അവരുമായി പോലീസ് വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം പ്രവർത്തകർ റോഡിൽ കിടന്ന വാഹനത്തെ തടയുന്ന സാഹചര്യമുണ്ടായി. പോലീസിന് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം കമ്മീഷൻ ഓഫീസിന്റെ ഏതാണ്ട് 100 മീറ്റർ അടുത്താണ് തൈക്കാട് ഹൗസ്. അവിടെ പോലീസിന് സുരക്ഷ തീർക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയൊക്കെ അവിടെ പോലീസ് വാഹനമുണ്ടായിരുന്നു, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. സാധാരണ മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടെങ്കിൽ മുൻകൂട്ടി അവിടെ ബാരിക്കേഡുകൾ വെക്കാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പോലും ഉണ്ടായി. അത് അവഗണിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്മൃതി. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.